ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൻ്റെ കിളിമരം. എൻ്റെ വീട്ടിലെ ഒരു കിളിമരമുണ്ട്. ആ കിളിമരത്തിന് വേറെ പല പേരുകളിലും നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കിളിമരവും അതിനോടൊപ്പം നമ്മുടെ പാഷൻ ബോട്ട്, കിളിമരത്തെ കയറ്റി വിട്ടേക്കുന്ന എൻ്റെ പാഷൻ ബോട്ട്, മെയിനായിട്ടും പാഷൻ ബോട്ട് കാഴ്ച കിടപ്പുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. അതോടൊപ്പം അത് കയറ്റി വിട്ടിരിക്കുന്ന കിളിമരം എന്ന മരത്തെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇത് ചിലപ്പം ചില ആൾക്കാർക്ക് അറിയാം ഇത് എന്താണ്. ഇത് നമ്മുടെ ലോങ് മൾബറിയുടെ ഇലകളാണ് കേട്ടോ. സാധാരണ മൾബറിയുടെ ഇലകളോട് സാദൃശ്യമുണ്ട്, പക്ഷെ ഇത് ലോങ് മൾബറിയാണ് കേട്ടോ. നല്ല വലിയ ഒരു 5-6 സെൻറ്റിമീറ്ററൊക്കെ നീളം വരുന്ന മൾബറി കായകളുണ്ടാകുന്ന ഒരു മൾബറിയുടെ ഇലയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പാഷൻ ബൂട്ടിൻ്റെയും അതുപോലെ തന്നെ കിളിമരത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ പാഷൻ ബോട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കിളിമരം, ഇതിപ്പം പാഷൻ ബോട്ട്, ഇതാണ് എൻ്റെ പാഷൻ ബോട്ട്. ഇതിനകത്ത് ഇതുണ്ടോ, ഇവിടെ ഇതെല്ലാം കാഴ്ച കിടപ്പുണ്ട് നന്നായിട്ട്. ഇത് വയലറ്റ് നിറത്തിലുള്ള പാഷൻ ബോട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇനം ഏതാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ സാധാ കുരുമുളച്ച് നമുക്ക് കിട്ടുന്ന ഒരു പഴത്തിൻ്റെ കുരുമുളച്ചതും അല്ലാതെ തൈകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്കിപ്പോൾ കുരുമുളച്ചുണ്ടായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ഇത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് നമുക്കിത് ഏതാ ഇനം, അങ്ങനെ ഒരു എന്താ പറയുക, ഇനം ഏതാ, അതിൻ്റെ കളർ ഏതാ ഉണ്ടായി വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. ഏത് കളറാണ്, വയലറ്റ് കളറാണോ അതോ മഞ്ഞ കളറിലുണ്ട്, മഞ്ഞ കളറാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇതെൻ്റെ കിളിമരമാണ്. കിളിമരം എന്ന് പറയുന്നത് ഒരു ഒത്തിരി വലുതാവുന്നൊരു മരമല്ല, ഒരു ചെറിയൊരു മരമാണ്. നമ്മുടെ ഒരു ഔഷധ സസ്യമാണ് കിളിമരം. ഇത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം, ഈ വീട്ടിൽ താമസമാക്കിയതിന് ശേഷം നമ്മുടെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു മരമാണ്. ഇത് വർഷങ്ങളോളം പഴക്കമുണ്ട്. ഈ കിളിമരം അധികം പൊക്കമൊന്നുമില്ല, പക്ഷേ ഈ മരത്തിന് ഏകദേശം നല്ല പഴക്കമുണ്ട്. എന്തായാലും നമ്മളിവിടെ ഇവിടെ താമസമാക്കിയതിന് ശേഷം ഏകദേശം 20 വർഷത്തോളമായി. അപ്പോൾ അതിൽ കൂടുതൽ പഴക്കം ഇതിനുണ്ട്. കാരണം അപ്പം തൊട്ട് ഇത് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 30 വർഷത്തോളം അതിന് മുകളിൽ പഴക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മരം എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് കുറച്ച് നാൾ ജോലി ചെയ്യേണ്ട ഒരു അവസരം കിട്ടി. ആ അവസരത്തിലാണ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ അകത്തൂടെ ഞാനിങ്ങനെ നടന്ന വേളയിൽ അവിടെ മരങ്ങളുടെ എല്ലാം നെയിം ബോർഡും അതിൻ്റെ വിവരങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ യാദൃച്ഛികമായിട്ട് ഞാനിതിനെ കാണുകയായിരുന്നു. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന മരം, ഈ മരം എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആരും ഇത് എന്തോ ഔഷധമാണെന്ന് മാത്രം പറയുന്നുണ്ട്, പക്ഷേ ഇത് എന്ത് മരമാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അപ്പോൾ മ്യൂസിയത്തിൽ ഞാനിങ്ങനെ കണ്ടത്, ഈ മരം കണ്ടത് കിളിമരം എന്ന് എഴുതി. അത് സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു മരമാണെന്നൊക്കെ പിന്നീട് ഞാൻ അന്വേഷിച്ച് പറഞ്ഞു. അതായത് ഇതിൻ്റെ ഇലകൾ കുട്ടികൾക്കൊക്കെ അരച്ചു കൊടുക്കുന്നത്, ഇലയും തണ്ടുമൊക്കെ അരച്ചു കൊടുക്കുന്നത് നല്ല ബുദ്ധി കൂടാനും ഒക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഒരു മരമാണ് ഇത്. നേരത്തെ ഇവിടെ വന്ന സമയത്ത്, ഞങ്ങളിവിടെ താമസമാക്കിയ സമയത്ത് ഇതിൽ കുരുമുളകായിരുന്നു കയറ്റി വിട്ടിരിക്കുന്നത്. കുരുമുളക് ഇത് കയറ്റി വിട്ട് അത്യാവശ്യം ഒത്തിരി പൊക്കമൊന്നുമില്ല, നന്നായിട്ട് പന്തലിച്ച് ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് പക്ഷേ ഈ ഫ്രൂട്ടുകളോട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഒരു ഫ്രൂട്ട് കാഴ്ച കിടണമെന്നായിരുന്നു താല്പര്യം. കാരണം ഇതിൻ്റെ ഒരു കവരയുണ്ട് ഇവിടെ, ഒരു എന്താ പറയുക, ഒരു 6 അടി 5 അടി പൊക്കത്തിൽ നല്ലൊരു കവര വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവഴി കയറ്റി വിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഈ സാധാരണ നമ്മൾ കോൺക്രീറ്റ് സ്ലാബിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ കവരയിൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പിന്നീട് ഞാനത് കയറ്റി വിട്ടിട്ട് അത് വളർന്ന് ശരിയായില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ പാഷൻ ബൂട്ടും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഷൻ ബൂട്ടിന് 3-4 ചുവട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നട്ടതാണ്. അപ്പം പാഷൻ ബൂട്ട് നന്നായിട്ട് കയറി വന്നപ്പം ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അള്ളി പിടിച്ച് കയറാനുള്ള ഒരു അള്ളികൾ വീശി കയറാനുള്ള ഒരു സാഹചര്യം ഇതിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളികളെല്ലാം കയറുന്നതനുസരിച്ച് വള്ളി വെച്ച്, അതായത് പ്ലാസ്റ്റിക് വള്ളി വെച്ച് ഈ മരത്തേൽ കെട്ടി സംരക്ഷിച്ച് അതിന് മുകളിലോട്ട് ചെല്ലുന്ന കഴിയുമ്പോൾ പിന്നെ നല്ല ബ്രാഞ്ച് പോലെ, കിളിമരത്തിന് നല്ല ബ്രാഞ്ച് പോലെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ മോള് വരുന്ന എത്തിക്കാനുള്ളൊരു സാവകാശം ഈ പാഷൻ ബൂട്ട് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പാഷൻ ബൂട്ട് ഞാൻ ഉദ്ദേശിച്ച് ഈ കവരയിലിട്ട് നിർത്താൻ പറ്റത്തില്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്ന പോലെ. കാരണം ഇത് നന്നായിട്ട് കയറി പോകുന്നതിൻ്റെ പ്ലാന്റ് ആയതുകൊണ്ട് അതിന് മുകളിലോട്ട് വിടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനിതിനെ വള്ളി കെട്ടി ഒരു
10-12 അടി വരെ ഇതിനെ വള്ളി കെട്ടി കയറ്റി കോണി വെച്ച് വള്ളി കെട്ടി കയറ്റി കൊണ്ടുപോയതാണ്. അതിനുശേഷം പിന്നെ ഇത് ഇഷ്ടമുള്ള രീതിയിൽ വളരട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ അത് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വീശി വളരുന്നുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഈ കവലയിൽ ഞാനിപ്പോൾ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ടാവും, അതെല്ലാം കവലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഒരു കൂട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ കവലയിൽ അപ്പോൾ ഇഷ്ടം പോലെ കായ്ച്ചു. ഇപ്പോൾ 5-6-7 കായ ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് കുറച്ച് കായുണ്ട്. 3-4 കായ ഇവിടെ തന്നെ കിടപ്പുണ്ട്. 5 കായകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പം 5 അല്ല, അത് കൂടുതലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് വയലറ്റ് ആണെന്ന് പിന്നീട് നമ്മൾ മുകളിൽ നിന്ന് പറഞ്ഞാൽ വീണ് കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വയലറ്റ് ആണെന്ന്. കാരണം ഇതിനേക്കാളും മുമ്പ് മുകളിൽ കാഴ്ച കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴെ വീണപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ കളർ വയലറ്റ് ആണെന്നുള്ളത്. അതായത് പുറത്തെ തൊലിയുടെ കളറാണ് ഞാൻ പറയുന്നത്, വയലറ്റ് കളർ. അകത്ത് സാധാ സാധാ നമുക്ക് പാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന പോലെ തന്നെ മഞ്ഞ കളറിലാണ് പാഷൻ ഫ്രൂട്ട് ഉള്ളത്. അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യം ഇതൊക്കെയാണ്. നമുക്ക് ഏത് വെറൈറ്റിയാണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളിത് 3-4-5 ചുവട് ഇതിൻ്റെ ചുറ്റും നട്ടതാണ്. ഏകദേശം 3 ചുവടോളം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആ ചുവടുകൾ കയറിയതിന് ശേഷമാണ് ബ്രാഞ്ച് ബ്രാഞ്ച് ഒത്തിരി ഉണ്ടായി ഇവിടെ കാഴ്ച കിടപ്പുണ്ട്. അതുപോലെ മോള് വശത്തും ഒത്തിരി കാഴ്ച കിടപ്പുണ്ട്. അതായത് ഈ മരത്തെ കയറിയിട്ട് മരത്തിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാഴ്ച കിടപ്പുണ്ട്. അത് വീശി കയറിയിട്ടുണ്ട് മരത്തിലോട്ട്. അപ്പം ഇത് നട്ടിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല. ഏകദേശം 1 വർഷമൊക്കെ ഏകദേശം ആയിട്ടേ ഉള്ളൂ. 1 വർഷം പോലും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നല്ല വളർച്ച ഞാൻ കണ്ടു ഇതിനകത്ത്. ഇപ്പോഴും ഇതുണ്ട്, പൂവുണ്ടാകുന്നൊക്കെയുണ്ട്, പൂമൊട്ടുകളുണ്ട്, പൂവുണ്ടാകുന്നുണ്ട്. നല്ലൊരു ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കയറി വരുമ്പം നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പം എന്താ പറയുക, നല്ല ആപ്പിൾ പോലെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് തന്നെ. ഇപ്പം എനിക്ക് തന്നെയാണെങ്കിലും രാവിലെ ഞാൻ എന്താ പറയുക, ഉറക്കം എണീച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ മുറ്റത്തേക്ക് വരുമ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടുകൾ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് മനസ്സിന് രാവിലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ശാന്തതയും ഒരു സമാധാനം, നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അതാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ ഇപ്പം തൈ മേടിക്കുമ്പോൾ 20 രൂപയോ അത്രയൊക്കെ വില വരുന്നുള്ളൂ. നമ്മൾ ആ തൈ മേടിച്ച് 3-4 വെച്ച് ഇതുപോലത്തെ ഒരു മരത്തെ കയറ്റി, നിങ്ങൾക്കും അങ്ങനെ ഇത്തരം മരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറ്റി വിടാവുന്നേ ഉള്ളൂ. കയറ്റി വിട്ട് ഇതുപോലെ കായ്പ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, വലിയ പരിശ്രമമൊന്നും കൂടാതെ. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള വേസ്റ്റ് ഞാൻ ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കുറച്ച് വളങ്ങൾ ഞാനിങ്ങനെ ഓരോ ചെടികൾ, അത് ഒരു ബക്കറ്റ് നിറയുമ്പോൾ ഞാനൊരു ഓരോ ചെടികൾക്കും കൊണ്ടുപോയിട്ട് കൊടുക്കും. അതായത് എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സ് കുറച്ചുണ്ട് ഇവിടെ. അപ്പം ഒരു ബക്കറ്റ് നിറഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇടും. അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നിറഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ആകും. നമുക്ക് എന്താ പറയുക, ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ബക്കറ്റ് നിറയും. ബക്കറ്റ് നിറഞ്ഞ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അടുക്കളയിലെ വേസ്റ്റ്, അതുപോലെ നമ്മൾ കഴിക്കുന്നതിൻ്റെ എന്താ പറയുക, ബയോളജിക്കലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ അതിനകത്ത് ഇടും. പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെയൊന്നും ഇടുകയില്ല. അല്ലാത്ത എല്ലാ വേസ്റ്റുകളും അതിനകത്ത് ഇട്ടിട്ട് അത് നമ്മളിങ്ങനെ ഓരോ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഇതിൻ്റെ സമീപത്തായിട്ട്, ചോട്ടിലോട്ട് കയറ്റിയല്ലേ ഇട്ടേ കൊടുത്ത്, ഇതിൻ്റെ സമീപത്തായിട്ട് ഞാൻ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാത്രമേ വളം ചെയ്യാറുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് ചെയ്യാറില്ല. അപ്പം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, എനിക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പം കിളിമരത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്, ഒരു ഔഷധ സസ്യമാണ്. അതായത് നമ്മൾ ഇതുപോലെ കയറ്റി വിട്ട് നന്നായിട്ട് കാഴ്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മരങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ആ മരം ഇപ്പോൾ കായ്ക്കുന്ന ഒരു മരം ആയിക്കോട്ടെ, പ്ലാവ് ആയിക്കോട്ടെ, എന്തെങ്കിലും പേര ആയിക്കോട്ടെ, കായ്ക്കുന്ന ആയിക്കോട്ടെ, അതേ കൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു പാഷൻ ഫ്രൂട്ടും കൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണമാണ്. ഒന്ന്, നമുക്കിത് എപ്പോഴും കാഴ്ച കിടക്കുന്നത്, എപ്പോഴും ഇല്ല സോറി, ഒരു സമയത്ത് പർട്ടിക്കുലർ സമയത്ത് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇത് കാഴ്ച കിടക്കുന്ന ഒരു കാണുന്ന ഭംഗിയും കിട്ടും. മറ്റേ ഫ്രൂട്ട് അതിപ്പം പ്ലാവോ പേരയോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞാൽ ഒത്തിരി അത്യാവശ്യം പൊക്കവും മണ്ണും ഒക്കെ ഉള്ള ഒരു മരത്തിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, ചെറിയ മരത്തിൻ്റെ കാര്യമല്ല. ചെറിയ മരത്തെ കയറ്റി വിട്ട് വളർത്തിയെടുക്കുന്നത് ഇത്തിരി അത്ര പോസിബിൾ അല്ല. കാരണം ഇത് വീശി അടിച്ച് വളരണം ഇതിന്, എന്നാൽ മാത്രമേ നന്നായിട്ട് കായ്പോലെ അതുകൊണ്ടൊക്കെ നല്ല ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് നന്നായിട്ട് കായ്പുണ്ടാകാൻ അത്യാവശ്യം നന്നായിട്ട് പടരണം ഇത്. അല്ലാതെയും കായ്കൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നന്നായിട്ട് കായ്കൾ ഉണ്ടാകാൻ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലത്തെ അത്യാവശ്യം വലിയൊരു മരം, ഒരു 10-15 അടി പൊക്കമുള്ള മരങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം കയറ്റി വിടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കയറ്റി വിടുന്നവരോട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ബലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാഷൻ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം അത് ഇപ്പോൾ അത്യാവശ്യം ഈ പഴം അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം മൂത്താണ്, ഇതുണ്ട്, കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്.
ഒരു പച്ച കളറിലാണ് ആദ്യം വരുന്നത്. അതിന് ശേഷം ഈ കളറിലോട്ട്, ഈ വയലറ്റ് കളറിലോട്ട് വരും. ഇതിപ്പോൾ വയലറ്റ് കളറിന് ഇതിപ്പോൾ വയലറ്റ് കളർ ഇതിപ്പം ഈ വെള്ള കളർ പോലെ ഉണ്ട്. പക്ഷേ അത് തൊലി ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വയലറ്റ് കളർ തന്നെ കാണാൻ പറ്റും. വെള്ള കയറി വരുന്നതാണ്. ഇത് തൊലി ഇങ്ങനെ ഇതുണ്ടോ, തൊലി ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ നല്ല വയലറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഇതിങ്ങനെ ആകത്തില്ല. തൊലി ഇങ്ങനെ കത്തി കൊണ്ടൊക്കെയാണ് നമ്മൾ ചിരണ്ടി വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വയലറ്റ് കളറായി വരുന്നത് കണ്ടോ. നല്ല ആപ്പിൾ കൂട്ടം പോലെ ഇറങ്ങി. ഇത് നല്ല വയലറ്റ് കളറായിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, സാധാ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെയാണ്. സാധാ ഏത് പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെ അകം നല്ല മഞ്ഞ കളറാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അകം നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. നമുക്കൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നിറച്ചുണ്ട്. ഇതിൻ്റെ തോടിന് അത്യാവശ്യം ചെറിയ കട്ടിയേ വരുന്നുള്ളൂ. ബാക്കി അകത്ത് നന്നായിട്ട് കഴിക്കാനുള്ള കണ്ടൻ്റ് ഉണ്ട്. ബാക്കിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ആയി വരുന്നതിനനുസരിച്ച് ഞാൻ പരത്തി കുറച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ കളർ മാറി വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഇതുപോലത്തെ മരത്തിലൊക്കെ കയറ്റി വിടാവുന്നൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. വലിയ മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് നമ്മളിപ്പോൾ പറിച്ച് ഇത്രയും ഇപ്പോൾ നിങ്ങളെ ഞാൻ ജസ്റ്റ് കഴിച്ച് കാണിച്ചു. അപ്പോൾ ഇത് നമുക്കൊന്ന് ബൗളിലേക്കൊന്ന്, ബൗളല്ല, നമ്മുടെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കാണിച്ചു തരാം. എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ അകം കണ്ടതുണ്ടോ, അത്യാവശ്യം നല്ല അകമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടൻറ്റും വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത്രയും നമുക്ക് സാധനം കിട്ടി. ഒരു ചെറിയ ഒരു പഴത്തിൽ നിന്ന് തന്നെ ഇതൊരു അത്യാവശ്യം അതിന് ആ പഴത്തെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രമാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം ഉണ്ട്. ഒരു ആൾക്ക് അത്യാവശ്യം ഒരു കഴിക്കാനുള്ളത് കൂട്ടി 2 കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വയറ് നിറയുന്ന പോലെ ഉണ്ട്. അത്യാവശ്യം സാധനം കിട്ടുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാം, നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം, നമുക്ക് ഇത് എങ്ങനെ വേണം ചെയ്യാം. എനിക്ക് കൂടുതൽ ഇത് റോ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം. കാരണം ഇതിൻ്റെ സ്വാദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് റോ ആയിട്ട് ചുമ്മാ കഴിക്കും, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പം ഞാൻ നേരത്തെ ഇത് ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടും മൂത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കളർ മാറാതെ ഞാൻ ഒരെണ്ണം പറിച്ച് ജസ്റ്റ് നോക്കിയായിരുന്നു എത്രത്തോളം ആയെന്നൊക്കെ അറിയാൻ വേണ്ടി. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് പറിച്ചതാണ്. പക്ഷെ അത് ഈ കളർ മാറാതെ നമ്മൾ ഒട്ടും ഒരിക്കലും പറിക്കരുത്. ഈ കളർ മാറി ബ്രൗൺ, എന്താ പറയുക, ബ്രൗൺ അല്ല, ഈ വയലറ്റ് കളറിലോട്ടാകാതെ നമ്മൾ ഒരിക്കലും ഇത് പറിക്കരുത്. കളർ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഇത് പറിക്കാവുള്ളൂ. അപ്പോഴേ ഇതിൻ്റെ ഈ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മൾ പറിക്കേണ്ട പോലും ആവശ്യമില്ല. ഇത് തന്നെ നല്ല പാകമായി കഴിയുമ്പം ഇത് തന്നെ നറ്റ് താഴെ വീഴും. അപ്പോഴാണ് ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതൊന്നും പറിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന നന്നായിട്ട് പഴുത്ത ഭാഗമായി കഴിയുമ്പോൾ താഴെ വീഴുമ്പോൾ നമുക്ക് എടുത്താൽ മതി ജസ്റ്റ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത് കിളി കൊത്തുന്ന ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കിളി കൊത്തുമെന്ന് ചോദിക്കുന്നവർക്ക് ഇതും കിളി കൊത്തും. ചില കിളികൾ ഞാൻ കൊത്തി 1-2 പഴം എൻ്റെ പോയിട്ടുണ്ട്. കാരണം ഇവിടെ താഴെ ആയതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം. മുകളിലാണെങ്കിൽ നമുക്ക് കിളി കൊത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ താഴെ ആയതുകൊണ്ട് ഇത് കിളി കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സുഷിരം പോലെ, അതായത് പിഞ്ചായിരിക്കുമ്പോൾ, അതായത് പച്ചയായിരിക്കുന്ന അവസ്ഥ തന്നെ കിളി കൊത്തി ഒരു സുഷിരം വരികയും അവിടെ ഫംഗസ് രോഗങ്ങളൊക്കെ ബാധിച്ച് അത് ഒരുമാതിരി അഴുകി അങ്ങ് പോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രൂട്ട് എൻ്റെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നത്. താഴെ ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ വലയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വലയിട്ട് സൂക്ഷിച്ചാലും മതി. പക്ഷേ ഞാനിത് വലയിട്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു കിളി കൊത്തിയതിൻ്റെ അവസ്ഥ എനിക്ക് വന്നിട്ടുള്ളൂ. വലയിട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് കൂടുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാന്റിലോ ഒരു പ്ലാസ്റ്റിക് കൂട് വെച്ച് അങ്ങ് കവർ ചെയ്തിട്ടാലും മതി. നന്നായിട്ട് നിങ്ങൾക്ക് പഴുത്ത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ 1-2 ചിലപ്പോൾ കിളി കൊത്തി പോകാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ അനുഭവത്തിനെ വിളിച്ചിട്ട് പറഞ്ഞതാണ്.
അപ്പം നിങ്ങൾ പ്ലാസ്റ്റിക് കൂടുകൾ ഇപ്പം എന്താ പറയുക ഫ്രൂട്ടിൻ്റെ തന്നെ കവറായിട്ട് ഇതൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈൻ ആമസോണിലൊക്കെ. അപ്പം അങ്ങനെ കവർ ചെയ്യുന്ന ഫ്രൂട്ട് കവറുകളുണ്ട്. അതായത് ജസ്റ്റ് ഇത് കയറ്റി അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ ഇടുന്ന ഈ മാംഗോയ്ക്കും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ കവറുകളുണ്ട്. അത് ജസ്റ്റ് കയറ്റി ഇതിലിട്ടാലും മതി. നിങ്ങൾക്ക് വേറെ കിളിയൊന്നും കൊത്താതെ നമുക്ക് ചെയ്യാൻ പറ്റും. പേരയ്ക്കായ്ക്കും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് അത്തരം കവറുകൾ. അപ്പം അത് ചെയ്താലും മതി. നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാം. പക്ഷേ സംരക്ഷിച്ചില്ലെങ്കിലും ഒരു നല്ലൊരു ശതമാനം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. അത്യാവശ്യം കിളി അങ്ങനെ കുത്തിയാലൊന്നും കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇതിൻ്റെ അകത്തോട്ട് കത്തി കിട്ടാൻ വേണ്ടി ഇച്ചിരി പാടാണ്. ഇത് അകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ലെയർ ഒരു കവറിങ് ഉണ്ട്. അതിന് ശേഷമാണ് ഈ പഴം ഇരിക്കുന്നത്. നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷേ ഒരു പിഞ്ചായിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ കിളി കൊത്തിക്കഴിഞ്ഞാൽ ആ കൊത്തലിൻ്റെ ഭാഗമായിട്ട് അത് കുഴിഞ്ഞു പോയി അവിടെ ഫംഗസ് രൂപപ്പെട്ട ആ പഴം പോകാറുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കിളിമരത്തിൻ്റെ ഇല എന്ന് പറഞ്ഞ ഇത് കണ്ടോ, ഇതാണ് കിളിമരത്തിൻ്റെ ഇല എന്ന് പറയുന്നത്. വളരെ ചെറിയ നനുത്ത ഇലകളാണ്. അപ്പം മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നം അടിച്ചു വരാനൊക്കെ അത് മുറ്റം പഠിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല കുഞ്ഞ് ഇലകളായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കിത് അടിച്ചാൽ ചിലപ്പോൾ കിട്ടാതെയൊക്കെ വരും. അപ്പം അങ്ങനെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ എന്താ പറയുക മുറ്റം അടിക്കുന്ന ആളുകൾക്ക് ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് ഔഷധമൂല്യമുള്ളതാണ്. ഇതിൻ്റെ ഈ തണ്ടും ഈ കൂമ്പും ഇതൊക്കെ അരച്ച് കഴിക്കുന്നത് ബുദ്ധി വളരാനും കുട്ടികൾക്ക് ബുദ്ധി വളരാനും ഒക്കെ നല്ല ഒരു മെഡിസിനാണ്. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ എത്ര വലുതായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ മുകളിലോട്ടൊക്കെ ഇതുപോലെ ചെറിയ ഇലകളുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ വള്ളിച്ചെടികൾക്ക് പടർന്ന് കയറുമ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരു ഷെയ്ഡ് വരുന്നില്ല. അതായത് നമ്മുടെ പാഷൻ ഫ്രൂട്ട്, കുരുമുളക് അങ്ങനത്തെ വള്ളിപ്പടർപ്പുകൾക്ക് വളർന്ന് കയറുമ്പോൾ ഒരു എന്താ പറയുക ഒരു ശല്യമായിട്ട് ഈ പ്ലാന്റ് വരുന്നില്ല. കാരണം ഇതിൻ്റെ നനുത്ത ഇലകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് കുരുമുളക് വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് ഒത്തിരി വർഷമായിട്ട് ഒരു കേടും വരാതെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് നടുമ്പോഴും അതിൻ്റെ താങ്ങുകാലുകളായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് അപ്പം ഔഷധ സസ്യമാണ്. അതുപോലെ തന്നെ ഇത്തരം വള്ളിച്ചെടികൾ പടർന്നു കയറാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീട്ടിൽ നിങ്ങൾക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇലയും ആ ഒരു തണ്ടുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഈ 3 ഇല കണ്ടോ, ഈ 3 ഇലകൾ ഇങ്ങനെ വന്ന ഒരു പ്രത്യേക ഈ ഡിസൈനിലാണ് ഇതിൻ്റെ എല്ലാ ഇലകളും തന്നെ. ഇതുണ്ടോ, ഇതിൻ്റെ എല്ലാ ഇലകളും മിക്കപ്പോഴും വരുന്ന അങ്ങനെ ഒരു ഡിസൈനിലാണ്. ഈ 3 ഇല ഒരു ഒരു വിശേഷപ്പെട്ട രീതിയിലാണ് ഇത് വരുന്നത്. അപ്പം കാണാനും നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് നട്ട് പരിപാലിക്കാൻ മെഡിസിനൽ പ്ലാന്റ് ആണ്. അതുപോലെ ഇത് ഇത്തരം വള്ളികൾ പടർത്തിക്കൊണ്ട് വരാനും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതൊക്കെയാണ് എൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെയും കിളിമരത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ. അപ്പം കൂടുതൽ ഇതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ബയോളജിക്കൽ നെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു സാധാ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജസ്റ്റ് എൻ്റെ വീട്ടിൽ കായ്ച്ചതിൻ്റെ ഒരു വിശേഷണം, അതിൻ്റെ ചെറിയ കാര്യങ്ങൾ, അതേത് മരത്തിലാണ് കയറ്റി വിട്ടത്, മരത്തിൽ കയറ്റി വിട്ടതിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാവുന്നേ ഉള്ളൂ. പല ഇനങ്ങളുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിൽ ഇപ്പോൾ ഉണ്ട്. അതായത് ഈ പാഷൻ ഫ്രൂട്ട് തനി വിളയായിട്ട്, അതായത് എന്താ പറയുക കാല് കുത്തി അതിൻ്റെ ഇടയ്ക്ക് ഈ പാഷൻ ഫ്രൂട്ട് വള്ളികൾ പടർത്തി വ്യാവസായികമായിട്ട് തന്നെ കൃഷി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം ഇതിന് നല്ലൊരു നല്ലൊരു വിപണി ഇപ്പോൾ ഉണ്ട്. കാരണം പാഷൻ ഫ്രൂട്ടിൻ്റെ സാധ്യതകൾ ഇതുപോലത്തെ ക്വാഷ് ഉണ്ടാക്കുന്നതും അതുപോലെ വിദേശത്ത് ഇതിൻ്റെ പ്രിയം നന്നായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് നമ്മളെ നല്ല കായ്ഫലം കിട്ടുന്ന ഇനങ്ങൾ തിരഞ്ഞെടുത്ത് അത് കർഷകരുടെ അടുത്ത് നിന്ന് പോയി അറിഞ്ഞ് മനസ്സിലാക്കി അത് തിരഞ്ഞെടുത്ത് അത് നടുന്നതായിരിക്കും ഉചിതം. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഒരു കാര്യമായിട്ടല്ല ഞാൻ എന്താ പറയുക വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജസ്റ്റ് ഒരു വിവരണം, എൻ്റെ അനുഭവവും അതിൻ്റെ കാര്യങ്ങളുമാണ് ജസ്റ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് വിശദമായിട്ടല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക വലിയ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കർഷകരുടെ അടുത്ത് നിന്ന് തന്നെ വിത്തുകൾ വാങ്ങി നിങ്ങൾ നട്ട് ഏത് ഇനമാണ് അതിൻ്റെ മദർ പ്ലാന്റ് കണ്ട് നിങ്ങൾ വാങ്ങി വെക്കണം. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ലൊരു ബോധ്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് കായ്ച്ചു കഴിഞ്ഞാൽ ഇത്ര ഫലം കിട്ടുമെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും കുറേ അധികമായിട്ട് ചെയ്യുന്ന ആളുകളെല്ലാം അങ്ങനത്തെ അന്വേഷിച്ചാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രകാരം വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം എടുക്കുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയും നേരം എന്നെ ശ്രവിച്ച എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.